എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കറികളിലൊക്കെ, അല്ലെങ്കിൽ ഇഞ്ചി പിക്കിള് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇഞ്ചി നമ്മൾ അതല്ലാതെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്ന്, അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ എന്തൊക്കെ അസുഖങ്ങൾ മാറ്റാം, അതുപോലെ തന്നെ ഇത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇഞ്ചി ഉപയോഗിക്കേണ്ടതെന്ന്, അത് ചില ആൾക്കാർക്ക് ഇഞ്ചി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം അതിനെപ്പറ്റി ഞാൻ അവസാനം പറയുന്നതാണ്. അപ്പം ഫസ്റ്റ് ഇഞ്ചി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരമായിട്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ട് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ആഹാരങ്ങൾ, ചില പ്രത്യേക ആഹാരങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് പെരുകിയിരിക്കുന്ന പോലെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുക, അതുപോലെ സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് എല്ലാ ദിവസവും ഇഞ്ചി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ രണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, ജോയിന്റ്സിലുണ്ടാകുന്ന വേദന, അതുപോലെ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള പെയിന്, പ്രത്യേകിച്ച് ജോയിന്റ്സിലൊക്കെ ഉണ്ടാകുന്ന പെയിന്, അതുപോലെ മസിൽ പെയിന്, ഇങ്ങനെയൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വോമിറ്റിംഗ് സെൻസേഷൻ, പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിലുണ്ടാകുന്ന വോമിറ്റിംഗ് സെൻസേഷൻ, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇഞ്ചി കഴിക്കാവുന്നതാണ്. പിന്നെ ലേഡീസിനാണെങ്കിൽ പീരീഡ്സ് ടൈമിൽ, അതായത് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന നമുക്കൊരു വയറുവേദന, അസഹ്യമായിട്ടുള്ള വയറുവേദന, വയറ് കുത്തുന്ന പോലെ, പ്രിക്കിംഗ് പെയിൻ പോലെയുള്ള പെയിൻ, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആർത്രൈറ്റിസ് മാത്രമല്ല, നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഓറലായിട്ട്, അതായത് നമ്മുടെ മൗത്തിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്ന വേദനകൾ, പ്രത്യേകിച്ച് ഗമ്മില്, നമ്മുടെ മൂണകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് സ്കിന്നുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജുകൾ, അതുപോലെ സ്കിന്നിന് പെട്ടെന്ന് ചുളിവുകൾ ഉണ്ടാവുക, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇഞ്ചി സാധിക്കുന്നതാണ്. അതുപോലെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി കൂടെ കൂട്ടാനായിട്ട് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാം. പെട്ടെന്ന് നമുക്ക് ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ്, അലർജി പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇഞ്ചി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മൾ കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് ഇഞ്ചി ഇപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇഞ്ചി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, നമുക്ക് ചവച്ചരച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് നമുക്കൊരു ദിവസം ശരിക്കും ഒരു 2 ഗ്രാം മുതൽ ഒരു 4 ഗ്രാം വരെ ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിൽ ഒരു 1-2 കപ്പ് വെള്ളം എടുക്കുക, അതിൽ നമ്മളൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിടുക, എന്നിട്ട് ആ വെള്ളം നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ ചിലപ്പോൾ കുടിക്കുന്നത്, ചില ആൾക്കാർക്ക് ഇപ്പോൾ നെഞ്ചെരിച്ചിലോ അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരാണ് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ കുടിക്കേണ്ട. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിന് ഇപ്പോൾ ചായയൊക്കെ കഴിച്ചിട്ടോ കോഫിയോ എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം കഴിച്ചാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങിലും രാത്രിയിലോ ഒക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതല്ലെങ്കിൽ പാല്, നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇഞ്ചി ചതച്ചിടുക, എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പിഞ്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ചില ആഹാരങ്ങളിൽ, പ്രത്യേകിച്ച് രസം, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കുന്നു, ഇഞ്ചി പിക്കിള്, ഇതിലൊക്കെ നമ്മൾ ഇഞ്ചി ഉപയോഗിക്കുന്നത് നല്ലത്, കഴിക്കാറുണ്ടാവും. ബട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും, അതുപോലെ നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ടും കൂടി സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ബ്രെയിനിന്റെ ഫംഗ്ഷനൊക്കെ വളരെ എഫക്റ്റീവാണ്, മെമ്മറി കൂട്ടാനും നമ്മുടെ ന്യൂറോ പ്രശ്നങ്ങളായിട്ടുള്ളതിനൊക്കെ വളരെ എഫക്റ്റീവാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അതൊരു ശരിക്കും ഒരു ഒരു മെഡിസിനൽ വാല്യൂ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിക്ക്, പ്രത്യേകിച്ചും അതുപോലെ ഈ ബുദ്ധിമുട്ടുകൾക്കുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഇഞ്ചി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ്. പിന്നെ ഇഞ്ചി നമുക്ക് സ്ഥിരമായിട്ട് ചില ആൾക്കാർക്ക് നമുക്ക് ചില കണ്ടീഷൻസിൽ ഇഞ്ചി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഒന്ന്, നമുക്ക് സ്ഥിരമായിട്ട് നെഞ്ചെരിച്ചിൽ, എപ്പോഴും എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് നെഞ്ചിലൊരു ബേണിംഗ് തോന്നുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ത്രോട്ടിന് എപ്പോഴും, തൊണ്ടയ്ക്ക് എപ്പോഴും ഒരു ചൊറിച്ചിൽ, ഒരു ഇറിറ്റേഷൻ തോന്നുക, അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡയറിയ, ലൂസ് മോഷൻ, ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ളവർ സ്ഥിരമായിട്ട് ഇഞ്ചി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല.
അല്ലാതെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾ മാറാനും പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, അതുപോലെ ആർത്രൈറ്റിസ്, നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് രാവിലെയോ വൈകിട്ടോ ഒക്കെ ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.